1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ലൈഫ് ലൈൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷ പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. ഒതായി എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉഷ വാസു ഉദ്ഘാടനം ചെയ്തു. 1.5 വർഷക്കാലമായി വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടുപോവാണ് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഇതിൽ അംഗമായിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ അംഗമാവാൻ വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. 1.5 വർഷക്കാലം കൊണ്ട് നിങ്ങൾ നിരവധി നമ്മുടെ രോഗികൾ നമുക്കറിയാം, ഊർങ്ങാട്ടിരി ആയാലും മലയോര മേഖലയായാലും നമ്മുടെ രോഗികൾ ഒരുപാട് നമുക്ക് വർദ്ധിച്ചു വരികയാണ്. ഡയാലിസിസ് ചെയ്യുന്നവരായാലും മറ്റു രോഗികൾ, കിടപ്പിലായ രോഗികളായാലും അതൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള ചാരിറ്റബിൾ ടെസ്റ്റിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇവരുടെ സഹായങ്ങൾ നമ്മൾ എത്ര പഞ്ചായത്ത് സഹായിച്ചാലും നമുക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ വാർഡുകളിലായാലും അതുപോലെ നമ്മുടെ നാട്ടിലായാലും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചൂരന്മലയിലൊക്കെ സംഭവിച്ചപ്പോൾ ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ, ഒരുപാട് പ്രവർത്തകരുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ആ നാടിനെ ഇനി വീണ്ടും എടുക്കുന്നത്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ സാമ്പത്തികമായും ആരോഗ്യപരമായും സഹായിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലൈഫ് ലൈൻ ചാരിറ്റബിൾ സൊസൈറ്റി കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടന്നുവരുന്നത്. ലൈഫ് ലൈൻ പ്രസിഡന്റ് റസിയ അധ്യക്ഷത വഹിച്ചു. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ സമദ്, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജമീല ലത്തീഫ്, ഷിഹാബ് കാഞ്ഞിരാല, ലൈഫ് ലൈൻ ഒതായി കോർഡിനേറ്റർ CT ഗഫൂർ, യൂണിറ്റ് പ്രസിഡന്റ് പനക്കൽ മുഹമ്മദ് അലി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഷ്റഫ് പുളിക്കൽ, ലൈഫ് ലൈൻ സെക്രട്ടറി KP റസീന, ലിജിമോൾ, ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം വരെ നീണ്ടുനിന്ന പരിപാടിയിൽ കലാഭവൻ സതീഷിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും അരങ്ങേറി.